ഡ്രാഗൺസ്റ്റോണിലെ തീരത്തേക്ക് ആർത്തലച്ചുവരുന്ന തിരമാലകൾക്ക് വലിയൊരു യുദ്ധത്തിന്റെ മുഴക്കമുണ്ടായിരുന്നു. ജോൺ സ്നോയും ഡാവോസും തങ്ങളുടെ തോണി കരയ്ക്കടുപ്പിച്ചു. അവരുടെ വരവും കാത്ത് ടിരിയൻ, മിസാൻഡെയ്, പിന്നെ ഭയാനകമായ രൂപമുള്ള ദോത്രാക്കി കാവൽക്കാർ എന്നിവർ നിൽപ്പുണ്ടായിരുന്നു. വിന്റർഫെല്ലിലെ അവിഹിത സന്തതി, ടിരിയൻ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. അതിന് മറുപടിയായി ജോണിന്റെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിടർന്നു. കാസ്റ്റർലി റോക്കിലെ കുള്ളൻ, ജോൺ തിരിച്ചു പറഞ്ഞു. അവർ പതുക്കെ മുന്നോട്ട് നടന്ന് പരസ്പരം കൈകൾ കോർത്തു. ശേഷം തന്റെ നോട്ടം ഡാവോസിന് നേരെ തിരിച്ചു. ടിരിയൻ വീണ്ടും പറഞ്ഞു, ഞാൻ ടിരിയൻ ലാനിസ്റ്റർ. ഡാവോസ് സീവർത്ത്. ഡാവോസ് തന്റെ പേര് പറഞ്ഞു. അവർ രണ്ടുപേരും ഹസ്തദാനം ചെയ്തു. ബ്ലാക്ക് വാട്ടർ ബേയിലെ യുദ്ധത്തിൽ നമ്മൾ എതിർചേരികളിലായിരുന്നു, ടിരിയൻ പറഞ്ഞു. എനിക്ക് നിർഭാഗ്യം സമ്മാനിച്ച യുദ്ധം, ഡാവോസ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. തന്റെ അരികിൽ നിൽക്കുന്ന യുവതിയെ ചൂണ്ടിക്കാണിച്ച് ടിരിയൻ പറഞ്ഞു, ഇത് മിസൻഡെയ് രാജ്ഞിയുടെ ഏറ്റവും വിശ്വസ്തയായ ഉപദേശക. മിസൻഡെയ് വളരെ ശാന്തമായി അവരെ നോക്കി പറഞ്ഞു, ഡ്രാഗൺസ്റ്റോണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഈ യാത്ര വളരെ നീണ്ടതായിരുന്നു എന്ന് ഞങ്ങളുടെ രാജ്ഞിക്കറിയാം. അവർക്കുവേണ്ടി നിങ്ങളെടുത്ത ഈ ബുദ്ധിമുട്ടിനെ അവർ വിലമതിക്കുന്നു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുക. തീർച്ചയായും. ദോത്രാക്കി കാവൽക്കാർ അവരുടെ അടുത്തേക്ക് വന്ന് ആയുധങ്ങൾ വാങ്ങി. ജോൺ തന്റെ വാൾ അഴിച്ചു നൽകി. അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സ്ഥലം ആകെ മാറിയിരിക്കുന്നു, ഡാവോസ് ജോണിനോട് പതുക്കെ പറഞ്ഞു. കോട്ടയിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ കൽപ്പടവുകളിലൂടെ അവർ മുകളിലേക്ക് കയറാൻ തുടങ്ങി. എന്നെങ്കിലും ഒരിക്കൽ നൈറ്റ്സ് വാച്ചിലെ ഒരു സാധാരണ ഭടൻ എങ്ങനെയാണ് നോർത്തിലെ രാജാവായി മാറിയതെന്ന് എനിക്ക് കേൾക്കണം, ടിരിയൻ പറഞ്ഞു. തീർച്ചയായും. ഒരു ലാനിസ്റ്റർ എങ്ങനെയാണ് ഡെനറിസ് ടാർഗാരിയനിന്റെ ഹാൻഡായി മാറിയതെന്ന് നിങ്ങൾ പറയുന്ന അന്ന് ഞാനത് പറയാം, ജോൺ മറുപടി പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നത് വലിയൊരു മണ്ടത്തരമാണെന്നാണ് എന്റെ ആളുകൾ വിശ്വസിക്കുന്നത്, ജോൺ തന്റെ ആശങ്ക പങ്കുവച്ചു. തീർച്ചയായും അവർ അങ്ങനെ തന്നെ കരുതും. ഞാൻ നിങ്ങളുടെ ഹാൻഡായിരുന്നെങ്കിൽ ഈ യാത്ര ഒഴിവാക്കാൻ ഞാൻ ഉപദേശിക്കുമായിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്ന് ചെവിതുളയ്ക്കുന്ന വലിയൊരു അലർച്ച കേട്ടു. ഭയന്നുപോയ ജോണും ഡാവോസും നിലത്തേക്ക് വീണു. ഡ്രോഗോൺ എന്ന ആ ഭീമാകാരനായ ഡ്രാഗൺ അവരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് കോട്ടയുടെ മുകളിലേക്ക് പോയി. അവർ രണ്ടുപേരും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. ടിരിയൻ വന്ന് ജോണിനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ജോൺ വീണ്ടും ആകാശത്തേക്ക് നോക്കി. 3 ഡ്രാഗണുകളും കോട്ടയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. വരൂ, അവരുടെ അമ്മ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, ടിരിയൻ പറഞ്ഞു. അതേസമയം അവർക്ക് വളരെ മുകളിൽ ഒരു വലിയ പാറക്കെട്ടിനു മുകളിൽ നിന്ന് മെലിസാന്ദ്ര അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വേരിസ് അവളുടെ പിന്നിലൂടെ അവിടേക്ക് വന്നു. നമ്മുടെ അതിഥികളെ സ്വീകരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. നോർത്തിലെ രാജാവിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളോട് വല്ലാതെ കെഞ്ചിയിരുന്നല്ലോ. നിങ്ങൾക്ക് അദ്ദേഹത്തെ വീണ്ടും കാണണം എന്നില്ലേ, വാരിസ് ചോദിച്ചു. നോർത്തിലെ രാജാവുമായും അദ്ദേഹത്തിന്റെ ഉപദേശകനുമായും അത്ര നല്ല രീതിയിലല്ല ഞാൻ പിരിഞ്ഞത്, മെലിസാന്ദ്ര തന്റെ വേദന മറച്ചുവെക്കാതെ പറഞ്ഞു. എന്തുകൊണ്ട്, വേരിസ് ചോദിച്ചു. ഞാൻ ചെയ്ത ചില തെറ്റുകൾ കാരണം. ഭയാനകമായ തെറ്റുകൾ. ഞാനിവിടെ നിന്നാൽ അതവർക്കൊരു ശല്യമായി മാറും, മെലിസാന്ദ്ര പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എവിടേക്ക് പോകും, വേരിസ് ചോദിച്ചു. വൊലാന്റിസിലേക്ക്, മെലിസാന്ദ്ര പറഞ്ഞു. തുടർന്ന് അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ജോൺ സിംഹാസനമുറിയിലേക്ക് നടന്നു. മിസൻഡെയ് ഉറഞ്ഞ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. നിങ്ങൾ നിൽക്കുന്നത് ഡെനറിസ് സ്റ്റോംബോൺ ഓഫ് ഹൌസ് ടാർഗേരിയനിന്റെ മുൻപിലാണ്. അയറൺ ത്രോണിന്റെ യഥാർത്ഥ അവകാശി, ആൻഡൽസിന്റെയും ഫസ്റ്റ്മെനിന്റെയും യഥാർത്ഥ രാജ്ഞി, 7 കിങ്ഡംസിന്റെ സംരക്ഷക, ഡ്രാഗണുകളുടെ അമ്മ, ഗ്രേറ്റ് ഗ്രാസിയുടെ ഖലീസി, തീയിൽ വേവാത്തവൾ, ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞവൾ. ആ നീണ്ട വിശേഷണങ്ങൾ കേട്ട് ജോൺ തിരിഞ്ഞ് ഡാവോസിനെ നോക്കി. ഡാവോസ് തൊണ്ടയൊന്ന് ശരിയാക്കി പറഞ്ഞു, ഇത് ജോൺ സ്നോ. അദ്ദേഹം നോർത്തിലെ രാജാവാണ്. ടിരിയൻ ഇത് കേട്ട് പതുക്കെ ഒന്ന് ചിരിച്ചു. ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് നന്ദി, മൈലോഡ്സ്, ഡെയ്നറിസ് മൃദുലമായ സ്വരത്തിൽ പറഞ്ഞു. ഉടനെ ടിരിയൻ ഇടപെട്ടു. യോർ ഗ്രേസ്, ഇത് സർ ഡാവോസ് സീവർത്ത്. എനിക്ക് കൃത്യമായ ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും, അവസാനത്തെ നോർത്തിലെ രാജാവ് ടോറൻ സ്റ്റാർക്കായിരുന്നു. അദ്ദേഹം തന്റെയും തന്റെ ജനങ്ങളുടെയും ജീവനുവേണ്ടി എന്റെ പൂർവികനായ ഏഗോൺ ടാർഗേരിയനു മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഹൌസ് ടാർഗേരിയനോട് ടോറൻ സ്റ്റാർക്ക് എക്കാലത്തേക്കും കൂറുപുലർത്താമെന്ന് സത്യം ചെയ്തിരുന്നു. എന്റെ അറിവുകൾ തെറ്റാണോ, ഡെനറിസ് ചോദിച്ചു. ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, യോർ ഗ്രേസ്, ഡാവോസ് പറഞ്ഞു. തീർച്ചയായും ഇല്ല. എങ്കിലും ഒരു സത്യം എപ്പോഴും സത്യം തന്നെയാണ്. നിങ്ങൾ ഇവിടെ വന്നത് മുട്ടുകുത്താൻ വേണ്ടിയാണെന്ന് ഡെനറിസ് ജോണിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അല്ല, ജോൺ വളരെ ദൃഢതയോടെ പറഞ്ഞു. ഹൌസ് ടാർഗേരിയനോടുള്ള വിശ്വാസം തകർക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ചു വന്നത്, ഡെനേരിസ് ചോദിച്ചു. നിങ്ങളുടെ പിതാവ് എന്റെ മുത്തച്ഛനെ ജീവനോടെ ചുട്ടരിച്ചു. എന്റെ അമ്മാവനെയും അദ്ദേഹം ജീവനോടെ ചുട്ടരിച്ചു. അദ്ദേഹം ഈ 7 കിങ്ഡംസ് മുഴുവൻ ചുട്ടരിക്കാനിരിക്കുകയായിരുന്നു. ജോണിന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു. എന്റെ പിതാവ് ഒരു ദുഷ്ടനായിരുന്നു. ഹൌസ് ടാർഗേരിയനു വേണ്ടി അദ്ദേഹം നിങ്ങളുടെ കുടുംബത്തോട് ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു പിതാവിന്റെ പാപങ്ങളുടെ പേരിൽ അയാളുടെ മകളെ വിലയിരുത്തരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനാണ് അവസാനത്തെ ടാർഗേരിയൻ ജോൺ സ്നോ. നിങ്ങളുടെ പൂർവികർ എന്റേതിന് നൽകിയ വാക്ക് പാലിക്കുക, മുട്ടുകുത്തുക. ഞാൻ നിങ്ങളെ വടക്കിന്റെ കാവൽക്കാരനായി പ്രഖ്യാപിക്കാം.
ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് നമുക്കൊരുമിച്ചിതിനെ രക്ഷിക്കാം, ഡെനറിസ് വികാരഭരിതയായി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ പിതാവിന്റെ കുറ്റങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയല്ല. അതുപോലെ എന്റെ പൂർവികരുടെ വാഗ്ദാനങ്ങൾക്ക് ഞാനും ബാധ്യസ്ഥനല്ല, ജോൺ പ്രതിവചിച്ചു. പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? ഡെനറിസ് ദേഷ്യത്തോടെ ചോദിച്ചു. കാരണം എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്, നിങ്ങൾക്ക് എന്റേതും, ജോൺ പറഞ്ഞു. ഡെനറിസ് ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. എന്നിട്ട് ടിരിയനെ നോക്കി. നിങ്ങളിവിടെ എത്തിയപ്പോൾ ആകാശത്ത് പറക്കുന്ന 3 ഡ്രാഗണുകളെ കണ്ടില്ലേ? എനിക്ക് വേണ്ടി കൊല്ലാൻ പ്രതിജ്ഞയെടുത്ത ദോത്രാക്കി ഭടന്മാരെയും നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ടും എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടെന്നാണോ? ഡെനറിസ് പുരികം ചുളിച്ചു ചോദിച്ചു. സെർസിയെ തോൽപ്പിക്കാനല്ല. നിങ്ങൾക്ക് നാളെ തന്നെ കിങ്സ് ലാൻഡിംഗ് ആക്രമിക്കാം. ആ നഗരം വീഴുകയും ചെയ്യും. ഡ്രാഗണുകൾ ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾ ഏതാണ്ടത് പിടിച്ചെടുത്തതാണ്, ഡാവോസ് പറഞ്ഞു. പക്ഷെ നിങ്ങൾ കിങ്സ് ലാൻഡിംഗ് ആക്രമിച്ചില്ല. എന്തുകൊണ്ട്? നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നതു മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്ന ഒരേയൊരു കാരണം. അതിനർത്ഥം നിങ്ങൾ സെർസിയേക്കാൾ നല്ലവളാണ് എന്നു തന്നെയാണ്, ജോൺ പറഞ്ഞു. ഡെനറിസ് ഉടൻ ടിരിയനെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ഈ മനുഷ്യനെ ഇഷ്ടമാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ. അതെ, എനിക്കിഷ്ടമാണ്, ടിരിയൻ പറഞ്ഞു. എന്നെ കണ്ട നിമിഷം മുതൽ ഇയാൾ എന്നെ രാജ്ഞിയെന്ന് വിളിക്കാൻ തയ്യാറായില്ല, മുട്ടുകുത്താൻ വിസമ്മതിച്ചു, ഡെനറിസ് ദേഷ്യത്തോടെ പറഞ്ഞു. ടിരിയൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. യോർ ഗ്രേസ്, വടക്കുനിന്നുള്ള ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഈ ശീതകാലം അവസാനിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരും മരിക്കും, ജോൺ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം വടക്കുനിന്നുള്ള ശത്രു നിങ്ങളാണ്, ഡെനറിസ് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മരിച്ചവരാണ് നമ്മുടെ ശത്രു, ജോൺ പറഞ്ഞു. ഡെനറിസ് അവിശ്വസനീയതയോടെ ഒന്നു നിന്നു. മരിച്ചവരോ? അവർ ടിരിയനെ നോക്കി ചോദിച്ചു. മരിച്ചവരുടെ സൈന്യമോ? ടിരിയൻ അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് എന്നെ അധികം പരിചയമില്ല, മൈലോഡ്. പക്ഷെ ഞാനൊരു നുണയനാണെന്നോ അതോ ഒരു ഭ്രാന്തനാണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോൺ ചോദിച്ചു. ഇല്ല, ടിരിയൻ പറഞ്ഞു. മരിച്ചവരുടെ സൈന്യം സത്യമാണ്. വൈറ്റ് വോക്കേഴ്സ് സത്യമാണ്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവർ വന്മതിൽ കടന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തമ്മിലടിച്ചു നിന്നാൽ. ജോൺ സിംഹാസനത്തിന് അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ദോത്രാക്കി കാവൽക്കാർ അവനെ തടയാൻ മുന്നോട്ടു വന്നു. നമ്മളെല്ലാവരും അവസാനിക്കും, ജോൺ ഉറപ്പിച്ചു പറഞ്ഞു. ഡെനറിസ് കുറച്ചുനേരം നിശബ്ദയായി നിന്നു. ഡെനറിസ് സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് പടവുകളിറങ്ങി ജോണിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. റോബർട്ടിന്റെ കൊലയാളികൾ ഞങ്ങളെ കണ്ടെത്തുന്നതിനു മുൻപ് ഞങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. റോബർട്ട് നിങ്ങളുടെ അച്ഛന്റെ ഉറ്റ സുഹൃത്തായിരുന്നു, അല്ലേ? തൊട്ടിലിൽ കിടക്കുന്ന ഒരു പെൺകുഞ്ഞിനെ കൊല്ലാൻ തന്റെ ഉറ്റ സുഹൃത്ത് കൊലയാളികളെ അയച്ചുവെന്ന് നിങ്ങളുടെ അച്ഛന് അറിയാമായിരുന്നോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല. എന്റെ ജീവിതം മുഴുവൻ ഞാൻ അന്യനാടുകളിലാണ് ചിലവഴിച്ചത്. എത്രയോ ആളുകൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അവരുടെയൊന്നും പേരുകൾ എനിക്ക് ഓർമ്മയില്ല. എന്നെ ഒരു മൃഗത്തെപ്പോലെ അവർ വിറ്റു. എന്നെ ചങ്ങലക്കിട്ടു, ചതിച്ചു, ബലാത്സംഗം ചെയ്തു, അപമാനിച്ചു. പ്രവാസിയായി കഴിഞ്ഞ ആ വർഷങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിശ്വാസം. ഏതെങ്കിലും ദൈവങ്ങളിലല്ല, കെട്ടുകഥകളിലോ ഇതിഹാസങ്ങളിലോ അല്ല, എന്നിൽ തന്നെ. എന്റെ മക്കൾ ജനിക്കുന്നതുവരെ നൂറ്റാണ്ടുകളായി ഈ ലോകം ഒരു ഡ്രാഗണിനെ കണ്ടിരുന്നില്ല. ദോത്രാക്കികൾ ഒരിക്കലും കടൽ കടന്നിരുന്നില്ല. അവർ എനിക്കുവേണ്ടി കടൽ കടന്നു. ഈ 7 കിങ്ഡംസ് ഭരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഞാനത് ഭരിക്കുകയും ചെയ്യും, ഡെനറിസ് പറഞ്ഞു. നൈറ്റ് കിങ്ങിനെ നമ്മൾ തോൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ശവപ്പറമ്പായിരിക്കും ഭരിക്കുക, ജോൺ തിരിച്ചടിച്ചു. ടിരിയൻ പെട്ടെന്ന് ഡെനറിസിന്റെ അടുത്തേക്ക് വന്ന് ജോണിനോട് പറഞ്ഞു. എന്റെ സഹോദരിക്കെതിരെയുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ യുദ്ധം നിർത്തിവെച്ച് നിങ്ങളുടെ കൂടെ വന്ന് പോരാടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. കേൾക്കുമ്പോൾ ഇതൊക്കെ അസംബന്ധമായി തോന്നും, ഡാവോസ് പറഞ്ഞു. ജോൺ അത് ശരിവെക്കുന്ന തരത്തിൽ തലകുലുക്കി. ഡെനറിസ് ടാർഗേരിയനെ വിധി തിരികെ നമ്മുടെ തീരത്തേക്കെത്തിച്ചുവെങ്കിൽ അതേ വിധി തന്നെയാണ് ജോൺ സ്നോയെ നോർത്തിലെ രാജാവാക്കിയതും. വെസ്റ്ററോസിലേക്ക് ദോത്രാക്കികളെ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളാണ്. വൈൽഡ്ലിങ്സിനെയും വടക്കൻ ആളുകളെയും ഒന്നിപ്പിച്ച ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹം നൈറ്റ്സ് വാച്ചിന്റെ ലോർഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നോർത്തിലെ രാജാവായി അവരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജന്മാവകാശം കൊണ്ടല്ല അത് സംഭവിച്ചത്. അദ്ദേഹത്തിന് യാതൊരു ജന്മാവകാശവുമില്ല. അദ്ദേഹം ഒരു അവിഹിത സന്തതിയാണ്. ആ പരുക്കരായ ആളുകൾ അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തത് അവർ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഡെനറിസ് ഡാവോസിനെ നോക്കുന്നത് നിർത്തി ജോണിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ വിശ്വസിക്കാത്ത ആ കാര്യങ്ങളെയെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. തന്റെ ജനങ്ങളുടെ നന്മയ്ക്കായി അദ്ദേഹം ആ ശക്തികളോട് പോരാടി. തന്റെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ചു. തന്റെ ജനങ്ങൾക്ക് വേണ്ടി നെഞ്ചിൽ കത്തികുത്തിയിറക്കുന്നത് അദ്ദേഹം സഹിച്ചു. ഡാവോസ് പറഞ്ഞ മുഴുവനാക്കുന്നതിനു മുൻപ് ജോൺ ദേഷ്യത്തോടെ ഡാവോസിനെ നോക്കി അത് നിർത്താൻ ആംഗ്യം കാണിച്ചു. ഡെനറിസും ടിരിയണും സംശയത്തോടെ പരസ്പരം നോക്കി. നമ്മുടെ ശത്രുത മാറ്റിവെച്ച് ഒന്നിച്ചു നിന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും മരിക്കും. പിന്നെ ആരുടെ അസ്ഥികൂടമാണ് അയറൺ ത്രോണിൽ ഇരിക്കുന്നത് എന്നത് ഒരു വിഷയമേ അല്ല, ഡാവോസ് പറഞ്ഞു. അതൊരു വിഷയമല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടുകുത്താമല്ലോ, ടിരിയൻ പറഞ്ഞു. ജോൺ നിരാശയോടെ തലയാട്ടി തറയിലേക്ക് നോക്കി. ഡെനറിസ് രാജ്ഞിയോട് നിങ്ങളുടെ കൂറ് പ്രഖ്യാപിക്കുക. എന്റെ സഹോദരിയെ പരാജയപ്പെടുത്താൻ അവരെ സഹായിക്കുക. നമ്മുടെ 2 സൈന്യങ്ങളും ചേർന്ന് വടക്കിനെ സംരക്ഷിക്കും, ടിരിയൻ നിർദ്ദേശിച്ചു. ഞാൻ എന്തിനത് ചെയ്യണം? ജോൺ ചോദിച്ചു. ജോൺ തിരിഞ്ഞ് ഡെനറിസിനോട് സംസാരിക്കാൻ തുടങ്ങി.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, യുവർ ഗ്രേസ്. പക്ഷേ എനിക്ക് നിങ്ങളെ അറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം സിംഹാസനത്തിനു മേലുള്ള നിങ്ങളുടെ അവകാശം പൂർണ്ണമായും നിങ്ങളുടെ പിതാവിന്റെ പേരിലാണ് നിലനിൽക്കുന്നത്. എന്റെ പിതാവാകട്ടെ ആ മാഡ് കിങ്ങിനെ താഴെയിറക്കാൻ യുദ്ധം ചെയ്ത വ്യക്തിയാണ്. വടക്കൻ പ്രഭുക്കന്മാർ എന്നെ വിശ്വസിച്ചാണ് അവരുടെ നേതാവാക്കിയത്. എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഞാൻ അത് തുടരുകയും ചെയ്യും, ജോൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് ന്യായമാണ്. അതുപോലെ ഞാനാണ് ഈ 7 കിങ്ഡംസിന്റെ യഥാർത്ഥ രാജ്ഞിയെന്ന് പറയുന്നതും ന്യായമാണ്. ഏറ്റവും വടക്കുള്ള രാജ്യത്തിന്റെ രാജാവായി സ്വയം പ്രഖ്യാപിക്കുന്നതിലൂടെ നിങ്ങൾ പരസ്യമായി കലാപം നടത്തുകയാണ്, ഡെനറിസ് പറഞ്ഞു. പെട്ടെന്ന് വേരിസ് വേഗത്തിൽ സിംഹാസനമുറിയിലേക്ക് വന്ന് ഡെനറീസിന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ അവരുടെ ചെവിയിലെന്തോ മന്ത്രിക്കാൻ തുടങ്ങി. നീണ്ട യാത്രയ്ക്ക് ശേഷം നിങ്ങൾ ക്ഷീണിതരായിരിക്കും, ഡെനറീസ് പറഞ്ഞു. ഡെനറീസ് തന്റെ ക്വീൻസ് ഗാർഡിനോട് വാലിരിയൻ ഭാഷയിൽ സംസാരിച്ചു. ആ ഭടന്മാർ ജോണിനെയും ഡാവോസിനെ കൊണ്ടുപോകാൻ മുന്നോട്ട് വന്നു. ജോൺ വീണ്ടും ഡെനറീസിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ തടവുകാരനാണോ? ഇതുവരെയല്ല, ഡെനറീസ് പറഞ്ഞു. വാരിസ് ഡെനറീസിനോട് സംസാരിക്കാൻ തുടങ്ങി. ഡോണിലേക്കുള്ള യാത്രാമധ്യേ നമ്മുടെ അയൺബോൺ സഖ്യകക്ഷികളും ഡോണിഷ് സഖ്യകക്ഷികളും ആക്രമിക്കപ്പെട്ടു. 2-3 കപ്പലുകൾ മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം മുങ്ങിപ്പോവുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു. എല്ലാരിയായും സാൻസ്നേക്സും മരിക്കുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു, വാരിസ് വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഡോൺ കടലിൽ ചിതറിക്കിടക്കുന്ന തകർന്ന കപ്പൽ അവശിഷ്ടങ്ങളിൽ പിടിച്ച് തിയോൺ കിടക്കുന്നുണ്ടായിരുന്നു. അനുകൂലികളായ ഒരു ഗ്രേജോയ് കപ്പൽ അവനെ ഒരു കയർ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. അവർ അവനെ കപ്പലിന്റെ തട്ടിലേക്കിട്ടു. അവനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ അവശനായി കിടക്കുന്ന തിയോണിന്റെ അടുത്തേക്ക് വന്നു. നിന്റെ സഹോദരി മരിച്ചോ? ക്യാപ്റ്റൻ ചോദിച്ചു. യൂറോൺ അവളെ പിടിച്ചു, തിയോൺ കിതച്ചുകൊണ്ട് പറഞ്ഞു. ക്യാപ്റ്റൻ തിരിഞ്ഞു നടന്നു. കിങ്സ് ലാൻഡിംഗിലെ തെരുവുകൾ ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. യൂറോൺ വളരെ അഹങ്കാരത്തോടെ തടവുകാരായ യാര ഗ്രേജോയ്, എലാരിയ, ടൈൻ സാൻഡ് എന്നിവരെ നയിച്ചുകൊണ്ടുവരികയായിരുന്നു. യാരായുടെ കഴുത്തിൽ കെട്ടിയ ഒരു കയർ അവൻ പിടിച്ചിരുന്നു. അവളെ റെഡ് കീപ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ജനക്കൂട്ടം വലിയ ശബ്ദത്തിൽ ആർത്തുവിളിക്കുകയും തടവുകാരെ അസഭ്യം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. യൂറോൺ യാരായുടെ കഴുത്തിലെ കയർ ശക്തിയായി വലിച്ചു. സത്യം പറയാമല്ലോ, ഇതെനിക്ക് വല്ലാത്തൊരു ഉത്തേജനം നൽകുന്നുണ്ട്. കടലിലേക്ക് എടുത്തു ചാടുന്നതിനു മുൻപ് ആ ചെറിയ തിയോണിന്റെ മുഖം നീ കണ്ടിരുന്നോ? യൂറോൺ ചോദിച്ചു. വളരെ ഉയർന്ന ശബ്ദത്തിൽ അവൻ തിയോണിനെ കളിയാക്കി അനുകരിച്ചു. റെഡ് കീപ്പിലെ സിംഹാസനമുറിയിൽ സെർസി വളരെ ഗാംഭീര്യത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കൈബൺ, ജൈമെ, ഭയാനകനായ ദ മൗണ്ടൻ എന്നിവർ നിൽപ്പുണ്ട്. വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. യൂറോൺ തടവുകാരെ സിംഹാസനത്തിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ കൈയടിച്ചു. എന്റെ രാജ്ഞി, അയറൺ ഐലൻഡ്സിലെ നിങ്ങളുടെ വിശ്വസ്തരായ പ്രജകൾക്കു വേണ്ടി ഈ സമ്മാനം ദയവായി സ്വീകരിക്കുക, യൂറോൺ പറഞ്ഞു. യൂറോൺ ആ ചങ്ങലകൾ സെർസിയുടെ കാൽക്കലിട്ടു. തുടർന്ന് അവൻ ജൈമയെ ഒന്ന് നോക്കി. മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒന്ന്. നീതി. നിങ്ങളുടെ കൊല്ലപ്പെട്ട മകൾക്കുള്ള നീതി. എല്ലാരിയ സിംഹാസനത്തിനടുത്തുള്ള തറയിലേക്ക് കാർക്കിച്ചു തുപ്പി. സെർസി അത് കണ്ട് പുഞ്ചിരിച്ചു. സെർസി യൂറോണിനോട് സംസാരിക്കാൻ തുടങ്ങി. 14 കടലുകളിലെയും ഏറ്റവും മികച്ച ക്യാപ്റ്റൻ നിങ്ങളാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ കിരീടത്തിന്റെ യഥാർത്ഥ സുഹൃത്താണെന്നും സെർസി പറഞ്ഞു. യൂറോൺ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത വിധം സെർസിയുടെ അടുത്തേക്ക് കുനിഞ്ഞുനിന്നു പറഞ്ഞു. യഥാർത്ഥ സുഹൃത്ത് എന്നതിലുപരിയായി ചിലത്. നിങ്ങളുടെ ഈ വീരത്വത്തിന് കൃത്യമായ ഒരു പ്രതിഫലം നിങ്ങൾക്ക് അർഹതയുണ്ട്, സെർസി പറഞ്ഞു. എനിക്ക് ഒരേയൊരു പ്രതിഫലം മാത്രമേ ആവശ്യമുള്ളൂ. യൂറോൺ തന്റെ ആഗ്രഹം വ്യക്തമാക്കി. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും, സെർസി പറഞ്ഞു. ജയമേ ദേശത്തോടെ സെർസിയെ നോക്കി. ഈ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ സെർസി പൂർത്തിയാക്കി. സെർസി എഴുന്നേറ്റ് സിംഹാസനമുറിയിൽ കൂടിയിരിക്കുന്ന ജനങ്ങളെ നോക്കി സംസാരിച്ചു. യൂറോൺ ഗ്രേജോയ് നമ്മുടെ നാവികസേനയെ നയിക്കുമ്പോഴും ജൈമെ ലാനിസ്റ്റർ നമ്മുടെ കരസേനയെ നയിക്കുമ്പോഴും വെസ്റ്ററോസിലെ മക്കളും പുത്രിമാരും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കും. ജനക്കൂട്ടം സന്തോഷത്തോടെ ആർത്തുവിളിക്കാനും കൈയടിക്കാനും തുടങ്ങി. സെർസി തിരിഞ്ഞ് സിംഹാസനത്തിൽ ചെന്നിരുന്നു. ജനങ്ങളെ നോക്കി കൈവീശിക്കൊണ്ട് യൂറോൺ ജൈമയോട് സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് മൃദുവായി ചെയ്യുന്നതാണോ അതോ പരുക്കനായി ചെയ്യുന്നതാണോ ഇഷ്ടം? യൂറോൺ അശ്ലീലച്ചുവയോടെ ചോദിച്ചു. ജൈമെ കടുത്ത ദേഷ്യത്തോടെ യൂറോണിന് നേരെ തിരിഞ്ഞു. ഇപ്പോൾ വേണ്ട, നമുക്കത് പിന്നെ സംസാരിക്കാം. യൂറോൺ രാജ്ഞിയെ നോക്കി വണങ്ങി. യാരയെയും കൂട്ടി തന്റെ കാവൽക്കാർക്കൊപ്പം പുറത്തേക്ക് പോയി. റെഡ് കീപ്പിന് താഴെയുള്ള പന്തങ്ങൾ മാത്രം പ്രകാശം നൽകുന്ന ഇരുണ്ട തടവറയിൽ ദ മൗണ്ടൻ, സെർസി, കൈബൺ എന്നിവർ നിൽപ്പുണ്ട്. ഇലാരിയയെയും ടേനയെയും പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന ചുവരുകളിൽ ബന്ധിച്ചിരിക്കുന്നു. അവരുടെ വായിൽ തുണി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. സർ ഗ്രെഗോർ നിങ്ങളുടെ കാമുകന്റെ തല തകർത്ത ആ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കണ്ണുകളടയ്ക്കുമ്പോൾ ഓബറിനിന്റെ തലയോട്ടി തകരുന്ന ശബ്ദം എനിക്കിപ്പോഴും കേൾക്കാം. ഇലാരിയ തന്റെ ചങ്ങലകളിൽ കിടന്നുകുതറി. നിങ്ങളുടെ ആ അലർച്ചയുടെ ശബ്ദം, അങ്ങനെയൊരു ശബ്ദം ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടേയില്ല. ഞാൻ കരുതി അതാണ് യഥാർത്ഥ സ്നേഹമെന്ന്. അന്ന് ഓബറിനെ കാണാൻ വളരെ സുന്ദരനായിരുന്നു. അവനെപ്പോലെ ചലിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല. കുന്തം പ്രയോഗിക്കാൻ ഇത്രയും കഴിവുള്ള മറ്റൊരാളില്ലായിരുന്നു. സർ ഗ്രെഗോറിന് പോലും അവനെ തടയാൻ കഴിഞ്ഞില്ല. അവൻ അയാളെ പരിഹസിക്കാതിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. അവന് വേണമെങ്കിൽ പാവം സർ ഗ്രെഗോറിനെ മരിക്കാൻ വിട്ട് അവിടെ നിന്ന് നടന്നു പോകാമായിരുന്നു.
പക്ഷെ അതായിരുന്നില്ല നിങ്ങളുടെ കാമുകന്റെ രീതി അല്ലേ? ഇപ്പോൾ അവൻ എവിടെയോ കുഴിച്ചുമൂടപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ഇവിടെ സർ ഗ്രെഗോർ മുൻപത്തേക്കാളും ശക്തനായി നിൽക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നിൽ നിന്ന് എന്റെ മകളെ മാറ്റിയപ്പോൾ, എന്റെ ഒരേയൊരു മകളെ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലുള്ള വേദന നിങ്ങൾക്കൊരിക്കലും സങ്കൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ അവളെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? സെർസി മുറിക്ക് കുറുകെ നടന്ന് ടൈനിയുടെ അടുത്തേക്ക് വന്നു. ടൈനിയെ നോക്കിക്കൊണ്ട് അവർ വീണ്ടും എല്ലാരിയായോട് സംസാരിച്ചു. നിങ്ങളുടെ മകളും കാണാൻ നല്ല ഭംഗിയുള്ളവളാണ്. തവിട്ട് കണ്ണുകൾ, ആ ചുണ്ടുകൾ, ഒരു യഥാർത്ഥ ഡോർണിഷ് സൗന്ദര്യം. അവളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന് ഞാൻ കരുതുന്നു, സെർസി പറഞ്ഞു. എല്ലാരിയ ഉച്ചത്തിൽ അലറുകയും തന്റെ ചങ്ങലകളിൽ പിടിച്ചുവലിക്കുകയും ചെയ്തു. ചങ്ങലയുടെ നീളം മുഴുവൻ അവൾ വലിച്ചു. പക്ഷെ സെർസിയുടെ മുഖത്തുനിന്ന് ഇഞ്ചുകൾ മാത്രം അകലെ അവൾ തടയപ്പെട്ടു. സെർസി ടൈനിയുടെ വായിലെ തുണി മാറ്റി. അവൾ വളരെ സുന്ദരിയാണ്. ഈ മനോഹരമായ മുഖം ഒരു താറാവിന്റെ മുട്ട പോലെ പൊട്ടിപ്പിളരുന്നത് ആലോചിക്കുമ്പോൾ, ഇല്ല, അത് ശരിയല്ല. സെർസി എലാരിയയെ നോക്കി, എന്നിട്ട് തിരിഞ്ഞ് ടൈനിയെ ചുംബിച്ചു. ടൈനിയെ ഭയന്ന് കരയുകയായിരുന്നു. സെർസി ചുംബിക്കുന്നത് നിർത്തി. കൈബൺ ടൈനിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ വായിൽ വീണ്ടും തുണി തിരുകി. എലാരിയ തന്റെ കാൽമുട്ടുകളിലേക്ക് വീണ് തന്റെ മകളെ നോക്കി കരഞ്ഞു. സെർസി തന്റെ ചുണ്ടിലെ ചുവന്ന ലിപ്സ്റ്റിക്ക് തുടച്ചുമാറ്റാൻ തുടങ്ങി. അവർ എലാരിയയോട് പറഞ്ഞു, കൈബൺ, എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാണ് ഇയാൾ. മൈർസെല്ലയെ കൊലപ്പെടുത്താൻ നിങ്ങൾ ഉപയോഗിച്ച വിഷം ഏതാണെന്ന് കണ്ടെത്താൻ മാത്രം ബുദ്ധിമാൻ. ദ ലോങ് ഗുഡ് ബൈ, അതല്ലേ? ദ ലോങ് ഫെയർവെൽ, കൈബൺ തിരുത്തി. കൈബൺ സെർസിക്ക് വിഷത്തിനുള്ള മറുമരുന്ന് അടങ്ങിയ ഒരു ചെറിയ കുപ്പി നൽകി. സെർസി ആ മറുമരുന്ന് കുടിച്ചു. ഈ വിഷം പ്രവർത്തിക്കാൻ എത്ര സമയമെടുക്കും? സെർസി ചോദിച്ചു. കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകൾ, ദിവസങ്ങൾ. അത് ആ വ്യക്തിയുടെ ശരീരപ്രകൃതിയെ ആശ്രയിച്ചിരിക്കും, കൈബൺ പറഞ്ഞു. പക്ഷെ മരണം ഉറപ്പാണല്ലോ? സെർസി ചോദിച്ചു. ഓ അതെ, തീർച്ചയായും ഉറപ്പാണ്, കൈബൺ പറഞ്ഞു. സെർസി അവളോട് സംസാരിക്കാനായി താഴേക്കിരുന്നു. നിങ്ങളുടെ മകൾ ഈ മുറിയിൽ വെച്ച് മരിക്കും. അവൾ മരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ നിങ്ങൾ ഇവിടെത്തന്നെയായിരിക്കും. സെർസി എലാരിയയെ നോക്കിക്കൊണ്ട് കൈബണിനോട് പറഞ്ഞു. ഓരോ കുറച്ചു മണിക്കൂറുകൾ കൂടുമ്പോഴും കാവൽക്കാർ വന്ന് പന്തങ്ങൾ മാറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇവൾക്കൊന്നും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സെർസി എഴുന്നേറ്റ് തന്റെ ആളുകൾക്കൊപ്പം ആ തടവറയിൽ നിന്ന് പുറത്തേക്ക് പോയി. ജൈമെ തന്റെ സ്വർണ്ണക്കൈ മേശപ്പുറത്ത് വെച്ച് തനിക്കായി ഒരു ഗ്ലാസ് മദ്യം പകർന്നു. സെർസി അതിവേഗം അവിടേക്ക് വന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു. സെർസി ജൈമയെ ചുംബിക്കാൻ തുടങ്ങി. വേണ്ട, ജൈമെ പറഞ്ഞു. സെർസി വീണ്ടും അവനെ ചുംബിച്ചു. ജൈമെ എഴുന്നേറ്റ് നിന്നു. സെർസി താഴേക്കിരുന്നു. അവർക്കിടയിൽ ഒരു പ്രണയരംഗം അരങ്ങേറി. കുറച്ചു സമയം കടന്നുപോയി. സെർസി ഉറങ്ങുകയായിരുന്നു. ജൈമെ കിടക്കയിൽ കിടന്ന് അവളെ നോക്കി. അപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. വേണ്ട, ജൈമെ പതുക്കെ പറഞ്ഞു. സെർസി ജൈമയെ ചുംബിച്ചു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വസ്ത്രം കൊണ്ട് സ്വയം മറച്ചു. ജൈമെ ആശങ്കയോടെ എഴുന്നേറ്റിരുന്നു. നീ എന്താണ് ചെയ്യുന്നത്? ആർക്കും നമ്മളെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയില്ലേ? ജൈമെ ചോദിച്ചു. ഞാൻ ഈ 7 കിങ്ഡംസിന്റെ രാജ്ഞിയാണ്. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, സെർസി പറഞ്ഞു. ഒരു സന്ദേശവാഹകൻ അകത്തേക്ക് നോക്കിയപ്പോൾ ജൈമെ കിടക്കയിൽ കിടക്കുന്നത് അവൻ കണ്ടു. എന്നോട് ക്ഷമിക്കണം, യോർ ഗ്രേസ്. ബ്രാവോസിൽ നിന്നുള്ള അതിഥി എത്തിയിട്ടുണ്ട്, സന്ദേശവാഹകൻ പറഞ്ഞു. യോർ ഗ്രേസ്, നിങ്ങളുടെ മകന്റെ മരണത്തിലുള്ള എന്റെ അനുശോചനം അറിയിക്കുന്നു. അയറൺ ബാങ്ക് നിങ്ങളെ ഇങ്ങോട്ടയച്ചത് അനുശോചനം അറിയിക്കാൻ വേണ്ടിയല്ലല്ലോ, സെർസി പറഞ്ഞു. അനുശോചനങ്ങളും ഒപ്പം അഭിനന്ദനങ്ങളും. ഈ 7 കിങ്ഡംസ് ഭരിക്കുന്ന ആദ്യത്തെ രാജ്ഞിയായി നിങ്ങൾ മാറിയിരിക്കുന്നു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഘടകങ്ങളിൽ നിന്ന് കിരീടത്തെ മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അന്ധവിശ്വാസത്തിന്റെ നുകം എങ്ങനെ വലിച്ചെറിഞ്ഞുവെന്ന് അയറൺ ബാങ്ക് വിലമതിക്കുന്നു, ടൈക്കോ പറഞ്ഞു. സെപ്റ്റ് ഓഫ് ബേലോർ നശിച്ചത് ഒരു ദാരുണമായ അപകടമായിരുന്നു, സെർസി തന്ത്രപൂർവ്വം പറഞ്ഞു. തീർച്ചയായും. പക്ഷെ ചിലപ്പോഴൊക്കെ ക്രമസമാധാനവും യുക്തിസഹജമായ നേതൃത്വവും തിരികെ കൊണ്ടുവരാൻ ഇത്തരം ദുരന്തങ്ങൾ ആവശ്യമാണ്, ടൈക്കോ ചിരിച്ചു. അയറൺ ബാങ്കിന് തങ്ങളുടെ സ്വർണം തിരികെ വേണം, അല്ലേ? സെർസി നേരെ കാര്യത്തിലേക്ക് കടന്നു. നിങ്ങളുടെ പിതാവ് ഒരിക്കലും വാക്കുകൾ വളച്ചുകെട്ടി പറഞ്ഞിരുന്നില്ല. പക്ഷേ അതെ, നിങ്ങളുടെ കടങ്ങൾ വളരെ വലുതാണ്. നിങ്ങളിപ്പോൾ പല ഭാഗത്തുനിന്നുമുള്ള പോരാട്ടങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. യുദ്ധം എത്രമാത്രം ചിലവേറിയതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ, ടൈക്കോ പറഞ്ഞു. സ്വർണമാണ് യുദ്ധങ്ങൾ ജയിക്കുന്നതെന്നും നമുക്കറിയാം. നിങ്ങളുടെ ഖജനാവുകൾ ശൂന്യമാണ്, സെർസി ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ ഏറ്റവും സമ്പന്നരായ സഖ്യകക്ഷികളായിരുന്ന ടൈറൽസ് ഇപ്പോൾ നിങ്ങളുടെ ശത്രുക്കളാണ്. സിംഹാസനത്തിനുവേണ്ടി പോരടിക്കുന്ന ശത്രുക്കളാൽ നിങ്ങൾ എല്ലാ വശങ്ങളിൽ നിന്നും വളയപ്പെട്ടിരിക്കുന്നു, ടൈക്കോ പറഞ്ഞു. ഇനി നമുക്ക് ആ ടാർഗേരിയൻ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് അവളിൽ നിക്ഷേപിക്കാനാണോ താൽപ്പര്യം? അടിമക്കച്ചവടത്തിൽ അയറൺ ബാങ്ക് വലിയൊരു തുക നിക്ഷേപിച്ചിരുന്നതായി ഞാൻ അനുമാനിക്കുന്നു. ഡെനരീസ് അടിമകളെയെല്ലാം മോചിപ്പിച്ച സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങളുടെ ലാഭം എങ്ങനെയുണ്ട്? സെർസി ചോദിച്ചു. അടിമക്കച്ചവടം ഇപ്പോൾ വലിയൊരു തകർച്ച നേരിടുന്നുണ്ട് എന്നത് സത്യമാണ്, ടൈക്കോ സമ്മതിച്ചു. ലാനിസ്റ്ററുകൾ അയറൺ ബാങ്കിന് വലിയൊരു തുക നൽകാനുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ലാനിസ്റ്ററുകൾ എപ്പോഴും അവരുടെ കടങ്ങൾ വീട്ടാറുണ്ട്. മുൻ അടിമകളോ ദോത്രാക്കികളോ ഡ്രാഗണുകളോ അത് ചെയ്യുമോ? സെർസി ചോദിച്ചു. നിങ്ങൾ സത്യമായും നിങ്ങളുടെ പിതാവിന്റെ മകൾ തന്നെയാണ്, ടൈക്കോ പുഞ്ചിരിയോടെ പറഞ്ഞു.
എനിക്ക് 2 ആഴ്ചത്തെ സമയം തരൂ. അതുവരെ കിങ്സ് ലാൻഡിംഗിൽ എന്റെ ബഹുമാന്യനായ അതിഥിയായി താമസിക്ക്. നിങ്ങൾ ബ്രാവോസിലേക്ക് മടങ്ങുമ്പോൾ എന്റെ കടങ്ങളെല്ലാം പൂർണ്ണമായി ഞാൻ വീട്ടിയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് സത്യം ചെയ്യുന്നു, സെർസി ഉറപ്പിച്ചു പറഞ്ഞു. ടിരിയൻ പാറക്കെട്ടുകളിലൂടെ നടക്കുമ്പോൾ ജോൺ കടലിലേക്ക് നോക്കി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. ടിരിയൻ ജോണിന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഈ ദ്വീപിലെ ഒരു തടവുകാരനാണ്, ജോൺ പറഞ്ഞു. നിങ്ങൾ ഈ ദ്വീപിലെ ഒരു തടവുകാരനാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് കോട്ടയിലോ തീരത്തോ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി നടക്കാം, ടിരിയൻ പറഞ്ഞു. ജോൺ ടിരിയനിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് ന്യായമായ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ടിരിയൻ ചോദിച്ചു. ജോൺ നിന്നു. നിങ്ങളെ സഹായിക്കാൻ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്, ടിരിയൻ പറഞ്ഞു. ഡെനറിസും ടിരിയനും വലിയൊരു മേശയ്ക്ക് ചുറ്റും നിന്ന് സംസാരിക്കുകയായിരുന്നു. മേശയിൽ രാജ്യത്തിന്റെ ഭൂപടം വരച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ഗ്ലാസ്? ഡെനറിസ് ചോദിച്ചു. അഗ്നിപർവ്വതത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലാസ്, ഒബ്സിഡിയൻ. ഇവിടെ അത് വലിയ അളവിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്, ടിരിയൻ പറഞ്ഞു. നമ്മൾ എന്തിനാണിപ്പോൾ ഗ്ലാസിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ 2 സഖ്യകക്ഷികളെ നഷ്ടപ്പെട്ടു, ഡെനറിസ് ദേഷ്യത്തോടെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ സഖ്യകക്ഷിയാകാൻ സാധ്യതയുള്ള ജോൺ സ്നോയോട് ഞാൻ സംസാരിച്ചത്, ടിരിയൻ പറഞ്ഞു. നോർത്തിലെ രാജാവിന് ഡ്രാഗൺ ഗ്ലാസ് കൊണ്ട് എന്താണാവശ്യം? ഡെനറിസ് ചോദിച്ചു. അതുപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് വൈറ്റ് വോക്കേഴ്സിനെയും അവരുടെ ഭടന്മാരെയും കൊല്ലാൻ കഴിയുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരെ തടയാൻ, നശിപ്പിക്കാൻ. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കണമെന്നില്ല. അദ്ദേഹത്തെ ആ ഡ്രാഗൺ ഗ്ലാസ് ഖനനം ചെയ്യാൻ അനുവദിക്കുക. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അത് ഇവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അദ്ദേഹത്തിനതൊരു വലിയ കാര്യമായിരിക്കും, നിങ്ങൾക്കത് ഒന്നുമല്ലെങ്കിലും. സാധ്യതയുള്ള ഒരു സഖ്യകക്ഷിയുമായി മികച്ചൊരു ബന്ധം സ്ഥാപിക്കാൻ ഈ ഒരു ചുവടുവെപ്പ് സഹായിക്കും. നമ്മൾ നമ്മുടെ പ്രധാന ലക്ഷ്യമായ കാസ്റ്റർലി റോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ ഒരു ജോലിയുമാകും, ടിരിയൻ തന്ത്രപൂർവ്വം പറഞ്ഞു. സർ ഡാവോസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. തന്റെ ജനങ്ങൾക്കു വേണ്ടി നെഞ്ചിൽ കത്തികുത്തിയിറക്കുന്നത് അദ്ദേഹം സഹിച്ചുവെന്ന്. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഡെനറിസ് ചോദിച്ചു. അവരുടെ ഈ കെട്ടുകഥകളെ നിങ്ങൾ കേട്ടില്ലെന്ന് നടിക്കണം. വടക്ക് അത്രമാത്രം ഇരുണ്ടതാണ്, ടിരിയൻ പറഞ്ഞു. ഡെനറിസ് കൽപ്പാതയുടെ ഏറ്റവും താഴെ സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മുകളിൽ നിന്ന് ജോൺ പടവുകളിറങ്ങി ഡെനറിസിന്റെ അടുത്തേക്ക് വന്നു. കാണാൻ വളരെ അതിശയകരമായ കാഴ്ച തന്നെ, ജോൺ പറഞ്ഞു. എന്റെ സഹോദരന്മാരായ വൈസരിസിന്റെയും റേഗോണിന്റെയും പേരുകളാണ് ഞാൻ അവർക്ക് നൽകിയത്. നിങ്ങൾ ടിരിയനോട് സംസാരിച്ചോ? ജോൺ ചോദിച്ചു. സെർസിയെ ഞാൻ അയറൺ ത്രോണിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഡെനറിസ് പറഞ്ഞു. അനുവദിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല, ജോൺ പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളാണ് സിംഹാസനത്തിന്റെ കീഴിൽ വരുന്നത് എന്ന കാര്യത്തിൽ എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല, ഡെനറിസ് പറഞ്ഞു. എന്റെ കാര്യത്തിലും മാറ്റമില്ല, ജോൺ പറഞ്ഞു. നിങ്ങൾക്ക് ഡ്രാഗൺ ഗ്ലാസ് ഖനനം ചെയ്യാനും അതിൽ നിന്ന് ആയുധങ്ങൾ നിർമ്മിക്കാനും ഞാൻ അനുവാദം നൽകുന്നു. അതിന് ആവശ്യമായ വിഭവങ്ങളോ ആളുകളെയോ ഞാൻ നൽകാം, ഡെനറിസ് പറഞ്ഞു. ഡെനറിസ് വീണ്ടും സമുദ്രത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നൈറ്റ് കിങ്ങിനെക്കുറിച്ചും മരിച്ചവരുടെ സൈന്യത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചോ? ജോൺ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങുന്നതാണ് നല്ലത്, ജോൺ സ്നോ, ഡെനറിസ് പറഞ്ഞു. ജോൺ തിരിഞ്ഞ് വേഗത്തിൽ കോട്ടയിലേക്ക് പടവുകൾ കയറിപ്പോയി. മഞ്ഞു വീഴുന്ന വിൻഡർഫെല്ലിന്റെ മുറ്റത്ത് ആളുകൾ വൈക്കോൽ വണ്ടികൾ ഉരുട്ടുകയും വെള്ളം ചുമക്കുകയും ചെയ്തുകൊണ്ട് കഠിനമായി ജോലി ചെയ്യുകയായിരുന്നു. മുറ്റത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് സൻസ, പീറ്റർ ബേലിഷ്, യോൺ റോയ്സ്, മെയ്സ്റ്റർ വോൾക്കാൻ എന്നിവർ സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കൈവശം എത്രത്തോളമുണ്ട്? സൻസ ചോദിച്ചു. 4000 ബുഷൽ, മൈലേഡി, വോൾക്കാൻ പറഞ്ഞു. അതിനർത്ഥമെന്താണ്? സൻസ ചോദിച്ചു. കോട്ടയിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലത്തേക്ക് കഴിക്കാൻ അത് മതിയാകും, യോൺ പറഞ്ഞു. സൻസ നടക്കാൻ തുടങ്ങി. നോർത്തിലെ എല്ലാ കോട്ടകളിൽ നിന്നും കൃത്യമായി ധാന്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നാം നമ്മുടെ ധാന്യപ്പുരകൾ നിറയ്ക്കണം. ശീതകാലം കഴിയുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ അത് തിരികെ നൽകാം. പക്ഷേ നോർത്ത് ഒന്നടങ്കം വിൻഡർഫെല്ലിലേക്ക് ഓടിവരേണ്ടി വന്നാൽ അവർക്ക് ധാന്യങ്ങൾ വണ്ടികളിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമയം കിട്ടില്ല, സൻസ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു. കവാടത്തിൽ വലിയൊരു ബഹളം നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ സൻസ അവിടേക്ക് വേഗത്തിൽ നടന്നു. വിൻഡർഫെല്ലിന്റെ മുറ്റത്ത് ഒരു വണ്ടിയിൽ ബ്രാൻ ഇരിക്കുകയായിരുന്നു. സൻസ കരഞ്ഞുകൊണ്ട് ബ്രാനിനെ കെട്ടിപ്പിടിച്ചു. സൻസയും ബ്രാനും വയർവുഡ് മരത്തിന് ചുവട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ജോൺ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, സൻസ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ട്, ബ്രാൻ പറഞ്ഞു. നിങ്ങളുടെ അച്ഛന്റെ ജീവിച്ചിരിക്കുന്ന ഏക യഥാർത്ഥ മകൻ. നിങ്ങളാണ് വിൻഡർഫെല്ലിന്റെ പ്രഭു, സൻസ ഓർമ്മിപ്പിച്ചു. എനിക്കൊരിക്കലും വിൻഡർഫെല്ലിന്റെ പ്രഭുവാകാൻ കഴിയില്ല. ഞാൻ 3-eyed റേവനാണ്, ബ്രാൻ പറഞ്ഞു. അതിന്റെ അർത്ഥമെന്താണെന്ന് എനിക്കറിയില്ല, സൻസ കൺഫ്യൂഷനോടെ പറഞ്ഞു. അതിനർത്ഥം എനിക്കെല്ലാം കാണാൻ കഴിയും എന്നാണ്. എല്ലാവർക്കും ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ബ്രാൻ വളരെ നിഗൂഢമായി പറഞ്ഞു. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? സൻസ ചോദിച്ചു. നിന്റെ ആ വെള്ള വിവാഹ വസ്ത്രത്തിൽ നീ വളരെ സുന്ദരിയായിരുന്നു, ബ്രാൻ പറഞ്ഞു. ഇത് കേട്ട് സൻസ വല്ലാതെ ഭയന്നുപോയി. അവൾ വേഗത്തിൽ എഴുന്നേറ്റു. എനിക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് പോകണം, സൻസ പറഞ്ഞു.
ഞാൻ കുറച്ചുനേരം കൂടി ഇവിടെ നിൽക്കാം, ബ്രാൻ പറഞ്ഞു. സിറ്റഡലിലെ രോഗികളെ പാർപ്പിക്കുന്ന മുറിയിൽ ആർച്ച്മേസ്റ്റർ മാർവിൻ, സാം, ജോറ മോർമണ്ട് എന്നിവർ നിൽപ്പുണ്ടായിരുന്നു. ജോറായുടെ ശരീരത്തിൽ ഗ്രേസ്കേൽ എന്ന അസുഖം പൂർണ്ണമായും ഭേദമായിരുന്നു. മാർവിൻ തന്റെ കൈയിലുള്ള ഉപകരണം വെച്ച് പരിശോധിച്ചുകൊണ്ടിരുന്നു. രോഗം ബാധിച്ച തൊലിയുടെ മുകൾഭാഗം മുഴുവനായി നീക്കം ചെയ്യുകയും അതിന് താഴെയുള്ള ഭാഗത്ത് എന്തോ മരുന്ന് പുരട്ടുകയും ചെയ്തുവെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല, മാർവിൻ സംശയത്തോടെ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എനിക്ക് പെട്ടെന്ന് സുഖം തോന്നാൻ തുടങ്ങി. വിശ്രമിച്ചതുകൊണ്ടാണെന്ന് ഞാൻ കരുതി. ജോറ ഒഴിഞ്ഞുമാറി. സാം അത് ശരിവെക്കുന്ന തരത്തിൽ തലകുലുക്കി. നിങ്ങൾക്ക് പോകാം സർ. അസുഖം പടരുന്ന ആളുകൾക്കാണ് ഈ മുറി ആവശ്യം. നിങ്ങൾക്കിപ്പോൾ അസുഖമില്ലല്ലോ, മാർവിൻ പറഞ്ഞു. മാർവിൻ മുറിക്ക് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. സാം, ഇന്ന് വൈകുന്നേരം എന്റെ മുറിയിൽ വെച്ച് എനിക്ക് നിന്നോട് സംസാരിക്കണം, മാർവിൻ പറഞ്ഞു. അവൻ തിരിഞ്ഞ് തന്റെ ഷർട്ടെടുത്തു. നിങ്ങൾ എവിടേക്ക് പോകും? സാം ചോദിച്ചു. ഈ അസുഖം ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഡെനേരീസ് ടോംബോൺ ആണ് എന്റെ ചിന്തകളെ മാറ്റിയത്. എനിക്കിനി ഒരേയൊരു സ്ഥാനമേയുള്ളൂ, അത് അവളോടൊപ്പമാണ്, ജോറ പറഞ്ഞു. എന്റെ ജീവൻ ഞാൻ നിങ്ങളോടും അവളോടും കടപ്പെട്ടിരിക്കുന്നു, ജോറ പറഞ്ഞു. നിങ്ങളുടെ പിതാവ് എന്നെ ഒന്നിലധികം തവണ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണിത്, സാം പറഞ്ഞു. സാം ജോറായ്ക്ക് കൈ കൊടുക്കാൻ കൈനീട്ടി. ജോറ ഒരു നിമിഷം മടിച്ചുനിന്നു. തന്റെ മറ്റേ കൈകൊണ്ട് ജോറ സാമിന്റെ കൈയിൽ ചേർത്ത് പിടിച്ചു. സാം തിരിഞ്ഞ് മുറിക്ക് പുറത്തേക്ക് നടന്നുപോയി. മാർവിനും സാമും വലിയ പുസ്തകങ്ങൾ നിറഞ്ഞ മുറിയിൽ സംസാരിക്കുകയായിരുന്നു. നീയാണോ അയാളെ ചികിത്സിച്ചത്? മാർവിൻ ചോദിച്ചു. അതെ, സാം പറഞ്ഞു. ചികിത്സിക്കാൻ ആരാണ് നിന്നോട് പറഞ്ഞത്? അത് വളരെ അപകടകരവും എളുപ്പത്തിൽ വിജയിക്കാത്തതുമായ ഒരു ചികിത്സയായതുകൊണ്ടാണ് ഞാൻ വിലക്കിയത്, പ്രത്യേകിച്ച് ആ പ്രായത്തിലുള്ള ഒരാളിൽ. നിനക്കും മറ്റുള്ളവർക്കും ആ അസുഖം വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ സിറ്റാഡൽ മുഴുവൻ നിനക്ക് നശിപ്പിക്കാമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. വളരെ സൂക്ഷ്മത വേണ്ട, ബുദ്ധിമുട്ടുള്ള ഒരു ചികിത്സയാണത്. ഒത്തിരി അനുഭവസമ്പത്തുള്ള പല മാസ്റ്റർമാരും അത് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ വിജയിച്ചു. ഞാൻ പുസ്തകങ്ങൾ വായിച്ച് അതിലെ നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചു, സാം പറഞ്ഞു. മാർവിൻ എഴുന്നേറ്റ് മേശയ്ക്ക് മുന്നിലേക്ക് വന്നു. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് നീ കാരണമാണ്. നീ നിന്നെക്കുറിച്ച് ഓർത്തഭിമാനിക്കണം, മാർവിൻ പറഞ്ഞു. ഡെനേരിസ്, വാരിസ്, മിസാൻഡെയ്, ടിരിയൻ എന്നിവർ മേശയ്ക്ക് ചുറ്റും നിന്ന് വളരെ ഗൗരവമായി സംസാരിക്കുകയായിരുന്നു. ഡെനരിസും വാരിസും സംസാരിക്കുന്നതിനിടയിൽ, നമുക്ക് യൂറോൺ ഗ്രേ ജോയുടെ കപ്പലുകൾ കണ്ടുപിടിച്ച് അവയെ നശിപ്പിക്കണം, ഡെനരിസ് ദേഷ്യത്തോടെ പറഞ്ഞു. യോർ ഗ്രേസ്, അവൻ ഇതിനകം തന്നെ നമ്മുടെ നാവികസേനയുടെ വലിയൊരു ഭാഗം നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ബാക്കിയുള്ള കപ്പലുകളെ അവന്റെ അടുത്തേക്ക് അയക്കുന്നത്, വാരിസ് പറഞ്ഞു നിർത്തി. നമ്മുടെ കപ്പലുകളെ അയക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഡെനരിസ് പറഞ്ഞു. അത് വളരെ വലിയൊരു റിസ്ക്കാണ്. നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്, ടിരിയൻ പറഞ്ഞു. ഡെനരിസ് മേശയിലേക്ക് നോക്കി നിരാശയോടെ നിന്നു. കാസ്റ്റർലി റോക്കിന്റെ കാര്യമെന്തായി? ഡെനേരിസ് ചോദിച്ചു. അൺസലീഡ് ഭടന്മാർ ഉടൻ തന്നെ അവിടെ എത്തും, വേരീസ് പറഞ്ഞു. എന്റെ ജീവിത ലക്ഷ്യം തന്നെ ഹൌസ് ലാനിസ്റ്ററിനെ നശിപ്പിക്കുക എന്നതാണെന്നാണ് സെർസി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ തയ്യാറായി നിൽപ്പുണ്ടാകും, ടിരിയൻ പറഞ്ഞു. ദൂരെ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിൽക്കുന്ന കാസ്റ്റർലി റോക്ക് കോട്ടയെ കാണിച്ച് ടിരിയൻ തന്റെ വിവരണം തുടർന്നു. ഇതുവരെ ആരും ആ കോട്ട പിടിച്ചെടുത്തിട്ടില്ല, ടിരിയനിന്റെ ശബ്ദം മുഴങ്ങി. ലാനിസ്റ്റർ വില്ലാളികൾ കോട്ടയുടെ മുകളിൽ നിരന്നു നിൽക്കുന്നത് കാണാമായിരുന്നു. കടലിലൂടെ നൂറുകണക്കിന് കപ്പലുകൾ കാസ്റ്റർലി റോക്ക് ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. ഗ്രേവേം മറ്റ് അൺസുലീഡ് ഭടന്മാർക്കൊപ്പം ഒരു ചെറിയ വള്ളത്തിൽ തീരത്തേക്ക് വരികയായിരുന്നു. വില്ലാളികൾ ഒന്നിച്ച് അമ്പുകൾ താഴേക്ക് പെയ്തിറക്കി. അൺസുലീഡ് ഭടന്മാർ കൂട്ടത്തോടെ മരിച്ചു വീണു. മുകളിൽ നിന്ന് പെയ്തിറങ്ങുന്ന അമ്പുകൾക്കിടയിലൂടെ അൺസുലീഡ് ഭടന്മാർ കോട്ടയുടെ മുകളിലേക്ക് കയറാൻ ഗോവണികൾ വെച്ചു. ലാനിസ്റ്റർ ഭടന്മാർ മുകളിൽ നിന്ന് വലിയ കല്ലുകൾ താഴേക്കിട്ടു. കോട്ടയ്ക്ക് മുകളിലേക്കുള്ള പോരാട്ടം വളരെ കഠിനമായിരിക്കും. നമ്മൾ പിന്നിലായിരിക്കും. ഒത്തിരി പേർ മരിച്ചു വീഴും, ടിരിയൻ പറഞ്ഞു. ലളിതമായൊരു യുദ്ധത്തിലൂടെ വില്ലാളികൾ കോട്ടയെ സംരക്ഷിച്ചു നിർത്തി. ടിരിയൻ തന്റെ പുതിയ യുദ്ധതന്ത്രം വിശദീകരിക്കാൻ തുടങ്ങി. എന്റെ അച്ഛനെക്കുറിച്ചുള്ള രസകരമായൊരു കാര്യം പറയാം. ഏകദേശം പൂർണ്ണമായും നശിച്ച നമ്മുടെ കുടുംബത്തെ അദ്ദേഹം വീണ്ടും പടുത്തുയർത്തിയ. അദ്ദേഹം നമ്മുടെ സൈന്യത്തെ ഉണ്ടാക്കി. നമ്മൾ ഈ കാണുന്ന കാസ്റ്റർലി റോക്ക് കോട്ട അദ്ദേഹം നിർമ്മിച്ചതാണ്. പക്ഷേ അദ്ദേഹം അവിടുത്തെ അഴുക്കുചാലുകൾ നിർമ്മിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ നിലവാരത്തിന് താഴെയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഏറ്റവും തരംതാണ വ്യക്തിയെ അദ്ദേഹം ആ ജോലി ഏൽപ്പിച്ചു, എന്നെ. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ വളരെ തരംതാണവനായിരുന്നു. എന്നോടൊപ്പമുള്ളവരും അതുപോലെ തന്നെയായിരുന്നു, കൂടുതലും സ്ത്രീകൾ. അവരെ ആ കോട്ടയിലേക്ക് പ്രവേശിപ്പിക്കില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങളെ എന്റെ അച്ഛൻ വെറുത്തിരുന്നു. പ്രധാന കവാടത്തിലൂടെ എനിക്കവരെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. എന്റെ മുറിയിൽ അവരെ വെച്ചുകൊണ്ടിരിക്കാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നതിനിടയിൽ എനിക്കുവേണ്ടി ഞാൻ അവിടെ ഒരു വഴിയുണ്ടാക്കി. ഗ്രേ വേം ഒരു ചെറിയ വള്ളത്തിൽ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ചെറിയ ദ്വാരത്തിലേക്ക് പോകുന്നത് കാണാമായിരുന്നു. കടലിൽ നിന്ന് തുടങ്ങി പ്രധാന കാവൽ ഗോപുരത്തിന് താഴെ അവസാനിക്കുന്ന ഒരു രഹസ്യവഴിയായിരുന്നു അത്, ടിരിയൻ പറഞ്ഞു. അൺസലീഡ് ഭടന്മാർ ആ വഴിയിലൂടെ ഉള്ളിലേക്ക് കടന്നു. ഗ്രേ വേം ഒരു ഇരുമ്പ് മൂടി തുറന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. നീചമായ കാര്യങ്ങൾ ചെയ്യാൻ ഇതിലും മികച്ചൊരു സ്ഥലമില്ല. കാസ്റ്റർലി റോക്ക് ആർക്കും ഭേദിക്കാൻ കഴിയാത്ത കോട്ട, ടിരിയൻ പറഞ്ഞു. അൺസലീഡ് ഭടന്മാർ കോട്ടയുടെ മുറ്റത്തൂടെ ഓടി നടന്ന് ലാനിസ്റ്റർ ഭടന്മാരെ വെട്ടിവീഴ്ത്താൻ തുടങ്ങി.
മുറ്റത്തെ പ്രധാന വാതിലിനടുത്തേക്ക് ഭടന്മാർ പോരാടി മുന്നേറി. ഗ്രേവേം അതിന്റെ വലിയ തഴുതുമാറ്റി വാതിൽ തുറന്നു. പുറത്തുനിന്ന നൂറുകണക്കിന് ഭടന്മാർ കൂട്ടത്തോടെ കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചുകയറി. തങ്ങളുടെ മുന്നിൽ വന്ന ലാനിസ്റ്റർ ഭടന്മാരെ അവർ നിർദ്ദയം വെട്ടിവീഴ്ത്തി. അങ്ങനെ അത് തുടങ്ങുകയാണ്. വലിയൊരു ലാനിസ്റ്റർ സൈന്യത്തെയായിരിക്കും അവർ നേരിടുക. അവർ എണ്ണത്തിൽ കുറവായിരിക്കും. അവർക്ക് പടച്ചട്ടകളും ആയുധങ്ങളും കുറവായിരിക്കും, ടിരിയൻ പറഞ്ഞു. മുറ്റത്ത് വലിയൊരു യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. ഗ്രേവേം കൂട്ടത്തിൽ നിന്ന് മാറി കോട്ടയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഗ്രേവേം ഒരു ഇടനാഴിയിൽ ഇരുവശത്തുനിന്നും വരുന്ന ഭടന്മാരെ കൊന്നുതള്ളുകയായിരുന്നു. ഒരു ലാനിസ്റ്റർ ഭടൻ അവന്റെ നേരെ പാഞ്ഞുവന്നു. ഗ്രേവേം തന്റെ കുന്തമെറിഞ്ഞ് ആ ഭടനെ ഒരു വാതിലിനോട് ചേർത്ത് തറച്ചു. യുദ്ധം അവസാനിച്ചു. ഗ്രേവേമും മറ്റു ഭടന്മാരും മരിച്ചുകിടക്കുന്ന ഒത്തിരി ലാനിസ്റ്റർ ഭടന്മാർക്കിടയിലൂടെ നടന്നു. ഗ്രേവേം കോട്ടയുടെ മുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് നോക്കി. കടലിൽ നിർത്തിയിട്ടിരുന്ന അവരുടെ കപ്പലുകളെ അയറൺ ഫ്ലീറ്റ് ആക്രമിക്കുകയായിരുന്നു. ഒത്തിരി കപ്പലുകൾ കത്തിനശിക്കുകയും കടലിൽ മുങ്ങുകയും ചെയ്തു. ഗ്രേവേമിന്റെ മുഖത്ത് കടുത്ത ദേഷ്യം നിറഞ്ഞു. അവൻ താഴേക്ക് വന്ന് രക്തമൊലിപ്പിച്ചു കിടക്കുന്ന ഒരു ലാനിസ്റ്റർ ഭടനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരെവിടെ? ബാക്കിയുള്ള ലാനിസ്റ്റർ ഭടന്മാർ എവിടെ? ഗ്രേവേം ഇംഗ്ലീഷിൽ ചോദിച്ചു. ആയിരക്കണക്കിന് വരുന്ന പൂർണ്ണമായി പടച്ചട്ടയണിഞ്ഞ ലാനിസ്റ്റർ ഭടന്മാർ ഹൈഗാർഡൻ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യുകയായിരുന്നു. ജൈമെ തന്റെ കുതിരപ്പുറത്തിരുന്ന് സൈന്യത്തെ വീക്ഷിച്ചു. അവൻ കുതിരയോടിച്ച് ബ്രോൺ, റാൻഡിൽ ടാർലി, ഡിക്കൺ ടാർലി എന്നിവരുടെ അടുത്തേക്ക് ചെന്നു. ദൂരെ ഒരു ബാൽക്കണിയിൽ നിന്ന് ലേഡി ഒലെന്ന ഈ സൈന്യം വരുന്നതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞ് കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. കുറച്ചു സമയം കടന്നുപോയി. യുദ്ധം അതിനകം അവസാനിച്ചിരുന്നു. ജൈമെ കോട്ടയുടെ മുറ്റത്തൂടെ നടന്നു. എങ്ങും ടൈറൽ ഭടന്മാരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ജൈമെ ഒലെന്ന ടൈറലിനെ കാണാനായി കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് കയറാൻ പോയി. കറുത്ത വസ്ത്രം ധരിച്ച് ഒലെന്ന തന്റെ മേശയ്ക്ക് മുന്നിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ജൈമെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. എല്ലാം കഴിഞ്ഞോ? ഒലെന്ന ചോദിച്ചു. കഴിഞ്ഞു, ജൈമെ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഒത്തിരി ബുദ്ധിമാനായിട്ടുണ്ടാകും, ഒലെന്ന പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പതുക്കെ പഠിക്കുന്നവനാണെന്നാണ് എന്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്, ജൈമെ പറഞ്ഞു. അത് ജോഫ്രിയുടെ വാളായിരുന്നില്ലേ? അവൻ ഒരിക്കലും അത് ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും അവൻ അതിനെ എന്താണ് വിളിച്ചിരുന്നത്? ഒലെന്ന ചോദിച്ചു. വിഡോസ് വെയിൽ, ജൈമെ പറഞ്ഞു. അവനൊരു വെറും വിഡ്ഢിയായിരുന്നു, അല്ലേ? എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ ഉത്തരവിന്മേൽ മറ്റുള്ളവർ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും എനിക്കൊരിക്കലും എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം ആവശ്യമായിരുന്നു. ഹൗസ് ടൈറലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന് തോന്നിയതെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ എന്റെ ചിന്തകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നിന്റെ സഹോദരി ചെയ്തിരിക്കുന്നത്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ തെറ്റ്. എന്റെ ചിന്തകൾക്ക് അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ല. അവൾ ഒരു രാക്ഷസിയാണ്, നിനക്കതറിയാമോ? ഒലെന്ന ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ തോന്നും, തീർച്ചയായും. മറ്റുള്ളവർക്കും അങ്ങനെ തോന്നാം. പക്ഷെ നമ്മൾ ജയിച്ചതിനുശേഷം നമ്മളെ എതിർക്കാൻ ആരും ഇല്ലാതാകുമ്പോൾ അവൾ നിർമ്മിച്ച ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾ അവളിത് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് ഓർത്ത് സങ്കടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജൈമെ ചോദിച്ചു. നീ അവളെ സ്നേഹിക്കുന്നു. നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ട്. പാവം വിഡ്ഢി. അവളായിരിക്കും നിന്റെ നാശത്തിന് കാരണമാകുക, ഒലെന്ന പറഞ്ഞു. ചിലപ്പോൾ. ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? ജൈമെ ചോദിച്ചു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതിലും മികച്ചൊരാൾ വേറെ ആരാണുള്ളത്? നീ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഈ മുറിക്ക് പുറത്തു പോകില്ല എന്ന് ഇതിലും വലിയ എന്തു ഉറപ്പാണ് നിനക്ക് വേണ്ടത്? പക്ഷെ ചിലപ്പോൾ നീ പറഞ്ഞതായിരിക്കും ശീസ. അവൾ നിന്നെ ഇത്രത്തോളം എത്തിച്ച സ്ഥിതിക്ക് ഇത് നിന്റെ നിയന്ത്രണത്തിനും അപ്പുറമാണ്, ഒലെന്ന പറഞ്ഞു. അതെ, അപ്പുറമാണ്, ജൈമെ സമ്മതിച്ചു. അവളൊരു പകർച്ചവ്യാധിയാണ്. അത് പടർത്താൻ ഞാൻ വഹിച്ച പങ്കിൽ എനിക്ക് കുറ്റബോധമുണ്ട്. നിനക്കുമത് തോന്നും, ഒലെന്ന പറഞ്ഞു. ജൈമെ എഴുന്നേറ്റ് ഒലെന്നയുടെ അടുത്തേക്ക് വന്നു. സെർസിക്ക് പല ആശയങ്ങളുമുണ്ടായിരുന്നു. തെരുവിലൂടെ നിങ്ങളെ ചാട്ടവാർ കൊണ്ടടിച്ചു കൊണ്ടുപോയി റെഡ് കീപ്പിനു മുന്നിൽ വെച്ച് തലവെട്ടുക, ജീവനോടെ തൊലിയുരിഞ്ഞ് കിങ്സ് ലാൻഡിങ്ങിന്റെ മതിലുകളിൽ തൂക്കിയിടുക. അതൊന്നും വേണ്ടെന്ന് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി, ജൈമെ പറഞ്ഞു. ഒലെന്ന മുകളിലേക്ക് ജൈമയെ നോക്കി. ജൈമെ തന്റെ ബെൽറ്റിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്തു. തന്റെ തള്ളവിരൽ കൊണ്ട് അതിന്റെ അടപ്പ് തുറന്നു. അവൻ ആ കുപ്പിയിലുള്ള മരുന്ന് ഒരു ഗ്ലാസ്സിലെ മദ്യത്തിലേക്കൊഴിച്ച് അത് ഒലെന്നയ്ക്ക് നേരെ നീക്കിവെച്ചു. വേദനയുണ്ടാകുമോ? ഒലെന്ന ചോദിച്ചു. ഞാനത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ജൈമെ പറഞ്ഞു. അത് നല്ലത്, ഒലെന്ന പറഞ്ഞു. ഒലെന്ന ആ ഗ്ലാസ് എടുത്ത് അതിലെ മദ്യം മുഴുവനായി കുടിച്ചു. അവൾ വീണ്ടും ജൈമയെ നോക്കി. നിന്റെ മകനെപ്പോലെ മരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല. സ്വന്തം കഴുത്തിൽ മാന്തിപ്പൊളിച്ച് വായിലൂടെ നുരയും പതയും വന്ന് കണ്ണുകൾ രക്തം പോലെ ചുവന്ന് തൊലി പർപ്പിൾ നിറമായിട്ടുള്ള ആ മരണം. ഒരു കിങ്സ് ഗാർഡ് എന്ന നിലയിലും ഒരു അച്ഛനെന്ന നിലയിലും അത് കാണുക എന്നത് നിനക്ക് വലിയൊരു ഭയാനകമായ അനുഭവമായിരുന്നിരിക്കണം. എനിക്കത് കാണുന്നത് തന്നെ ഭയാനകമായിരുന്നു. ഞെട്ടിക്കുന്ന ഒരു കാഴ്ച. ഞാൻ ഒരിക്കലും അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ വിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. സെർസിയോട് പറയണം, ഞാനാണ് അത് ചെയ്തതെന്ന് അവൾ അറിയണമെന്ന് എനിക്കാഗ്രഹമുണ്ട്, ഒലെന്ന യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു.
എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.